നമ്മൾ ഈ പെർഫ്യൂം ബോട്ടിൽ ആൾക്കാർക്ക് എപ്പോൾ ഉണ്ടാകുന്ന ഒരു മിസ്കൺസെപ്ഷനാണ് എഡി ടോയ്ലറ്റ്. എൻ്റെ ഒരു ഫ്രണ്ട് ഒരിക്കലും എന്നോട് ചോദിച്ചു, ഈ എഡി ടോയ്ലറ്റ് എന്തിനാ, ടോയ്ലറ്റിൽ യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ആൾക്കാർക്ക് ഈ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. അത് ആക്ച്വലി ഫ്രഞ്ചിൽ നിന്നാണ് പെർഫ്യൂമിൻ്റെ ഏകദേശം എല്ലാ വേർഡുകളും വരുന്നത്. ഓഡി ടോയ്ലറ്റ്, ഓ ഫ്രഷ്, എക്സ്ട്രാ ഡേറ്റ് പെർഫ്യൂം, പാർഫ്യൂം, അങ്ങനെ പല കോൺസെൻട്രേഷൻ ആണ് ആ കാറ്റഗറി പേരുകൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ബ്രീഫ് അറിയാം. ടോപ്പ് കോൺസെൻട്രേഷൻ ടു ബോട്ടം. അപ്പോൾ ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് എക്സ്ട്രാ ഡേറ്റ് പെർഫ്യൂം. 25 to 30% ഓയിൽ കോൺസെൻട്രേഷൻ വരും. അതിന് തൊട്ട് താഴെ വരുന്നതാണ് പാർഫ്യൂം. അത് 20 to 25% അടുത്തോളം കോൺസെൻട്രേഷൻ വരും. അതിൻ്റെ താഴെ വരുന്നതാണ് ഓഡോ ടോയ്ലറ്റ്. ഓഡോ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ 15 to 20% കോൺസെൻട്രേഷൻ. പിന്നെ അതിൻ്റെ താഴെ വരുന്നതാണ് ഓഡോ ക്ലോൺ, 5 to 10%. ഏറ്റവും ലോവസ്റ്റ് ആണ് ഓ ഫ്രഷ്, 2 to 5%. അപ്പോൾ നമ്മളിൽ ഈ ലോഷൻസ് കാര്യങ്ങളെല്ലാം വരുന്ന 2% അല്ലാണ് ഫ്രേഗ്രൻസ് വരുന്നത്. പിന്നെ ബോഡി മിസ്റ്റ്, ഡിയോഡ്രൻസ്, അത് ഓ ഫ്രഷിൽ വരും. പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഈ വേർഡ്സ് ഫ്രഞ്ച് ആയതിനെ കൊണ്ടുള്ള മിസ്കൺസെപ്ഷൻ ഒന്ന്. പിന്നെ രണ്ടാമതാണ് ഒരു മിത്ത് ഉണ്ട് മാർക്കറ്റിൽ, ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ളതാണ് നല്ലത്. ഒരു ഡൗട്ട് ഉണ്ട്, അതോ കോൺസെൻട്രേഷൻ കുറഞ്ഞതാണ് നല്ലത്.